എക്സാം കാപ്സ്യൂൾ. എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ. ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമായിട്ടുള്ള ഫയർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ഫയറുമായി ബന്ധപ്പെട്ട് ചില ടേമുകൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ചാലനം, സംവഹനം, വികിരണം, താപധാരിത, വിശിഷ്ട താപധാരിത, ജ്വലനപരിധി, ജ്വലനോഷ്മാവ്, ലീനതാപം, തിളനില, ദ്രവണാങ്കം. നിർബന്ധമായും ഈ ടേമുകൾ പഠിച്ചു വയ്ക്കുക. അടുത്തതായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഫയർ ട്രയാങ്കിൾ, ജ്വലന ത്രികോണം. ഒരു തീ എങ്ങനെ രൂപപ്പെടുന്നു? ഓക്സിജനും ഫ്യുവലും ഹീറ്റും ചേരുമ്പോഴാണ് തീ ഉണ്ടാവുക. അതിൽ നിന്ന് നമുക്ക് അതിന്റെ തീ എങ്ങനെ അണയ്ക്കാമെന്നുള്ള ഉത്തരത്തിലേക്ക് പോകാൻ സാധിക്കും. ഫയർ എക്സ്റ്റിങ്ഷൻ മെത്തേഡ് എന്ന് പറയാം. ഹീറ്റ് ഇല്ലാതാക്കാനായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൂളിംഗ് മെത്തേഡ്. അതുപോലെ ഓക്സിജനെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്മോതറിംഗ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ്. ഫ്യുവൽ, ഏതെങ്കിലും ഒരു ഇന്ധനത്തിനെയാണ് ഫ്യുവൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്യുവലിന് ഇല്ലാതാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റാർവേഷൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഫയർ ട്രയാങ്കിൾ ആയി. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫയർ. ഫയർ നമുക്ക് 6 കാറ്റഗറൈസ് ചെയ്യാം. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്, ഡി ക്ലാസ്, ഇ ക്ലാസ് ആൻഡ് എഫ്. ഖരരൂപത്തിലുള്ള തീപിടുത്തമാണ് എ, ദ്രാവകമാണ് ബി, വാതകങ്ങൾക്ക് തീപിടിച്ച അതിനെ സി എന്ന് പറയും. മെറ്റാലിക് ഫയറിനെയാണ് ഡി ക്ലാസ് ഫയർ എന്ന് പറയുക. ഇലക്ട്രിക്കൽ ഫയർ ആണ് ഇ. ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ കിച്ചൺ ഫയറുമായി ബന്ധപ്പെട്ട ഫയർ ആണ് എഫ് ക്ലാസ് ഫയർ. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം നമുക്ക് ഫയറിനെ. അതിനുശേഷം ഇതിൽ ഏറ്റവും പ്രധാനമായും ചോദിക്കാറുള്ളതാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഹൗ ടു യൂസ് എ ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന ചോദ്യം. അത് എല്ലാ പരീക്ഷകളും കാണുന്നതാണ്. അതിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറില്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം പാസ് എന്ന ഒരു കോഡാണ്. പാസ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കേണ്ട കോഡാണ് പാസ്. പുൾ ദ പിൻ, എയിം അറ്റ് ദി ബേസ് ഓഫ് ദി ഫയർ, സ്ക്യൂസ് ദി ലിവർ, സ്വീപ്പ് ഫ്രം സൈഡ് ടു സൈഡ്. ഇതാണ് എങ്ങനെയാണ് എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് എക്സ്റ്റിംഗ്വിഷർ. എക്സ്റ്റിംഗ്വിഷർ എത്ര തരത്തിലുണ്ട്? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, കെമിക്കൽ പൗഡർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, വാട്ടർ ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, ഫോം പത നിറച്ചിട്ടുള്ള എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. അതുപോലെ കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് കെമിക്കൽ പൗഡറിൽ ഏത് പദാർത്ഥമാണ് ഉപയോഗിക്കുന്നത്. ആ പൗഡർ സോഡിയം ബൈ കാർബണേറ്റ് എന്നുള്ള ഉത്തരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ABC ടൈപ്പ് എക്സ്റ്റിംഗ്വിഷറിൽ മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ കാണാൻ സാധ്യത കൂടുതലാണ്. ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും. -43 ഡിഗ്രി ഉള്ള പെട്രോൾ അടക്കമുള്ള ഒരു പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, എത്തനോൾ തുടങ്ങി ഒരു 10ഓളം പദാർത്ഥങ്ങളുടെ അത് കത്താനുള്ള സാധ്യതയും പടരാനുള്ള സാധ്യതകളുമാണ് ഈ പറഞ്ഞ ഫ്ലാഷ് പോയിന്റ് അല്ലെങ്കിൽ ഫയർ പോയിന്റുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു 10ഓളം പദാർത്ഥങ്ങളുടെ ഈ ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ അതിലൊരു ചോദ്യം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടും. പ്രധാനപ്പെട്ട കഴിഞ്ഞ ചോദ്യങ്ങളാണ് ഹസ്കം കോഡ്, ഹസാഡസ് കെമിക്കൽ കോഡ്. ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പദാർത്ഥം അമോണിയം ആവാം, ക്ലോറിൻ ആവാം, LPG ആവാം. അതിനെത്രത്തോളം ഹസാഡസ് ആണ് അല്ലെങ്കിൽ അപകടകരമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന കോഡ്. ആ കോഡ് ഒരു 10ഓളം വസ്തുക്കളുടെ കോഡ് പഠിച്ചാൽ അതും ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഫയറുമായി ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ പരമാവധി 9 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കേരള PSC നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ. നാളെ FRO പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ തുടർഭാഗം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.